ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. പത്തനംതിട്ട ജില്ലാ കോടതിയാണ് വിധി പറയുക. ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വാദം പൂർത്തിയായിരുന്നു. പ്രസാദ് എം ജെ ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദെ, ഇതിനെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ഉയർന്ന വാദപ്രതിവാദങ്ങൾ എങ്ങനെയായിരുന്നു? രണ്ട് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കേസിൽ പ്രതിയായിട്ടുള്ള രണ്ടാമത്തെ കേസിലാണ് 2019 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീക്കെതിരെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതി പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറെ, ദേവസ്വം ബോർഡ് അംഗങ്ങളെ, ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 8 പേരെ പ്രതിപ്പട്ടിയിൽ ചേർത്തിരുന്നു. അതിലെ ഒരു പ്രതിസ്ഥാനത്തുള്ളതാണ് എസ് ജയശ്രീ. ഈ ദേവസ്വം ബോർഡ് സെക്രട്ടറി എൻ വാസുവിന്റെ കാലത്തായിരുന്നു ദേവസ്വം സെക്രട്ടറിയായി ജയശ്രീ സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഇവര് പ്രതിപ്പട്ടിയിൽ വന്ന ശേഷം അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യാനായി പലതവണ നോട്ടീസ് നൽകിയിരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന ജയശ്രീ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹൈക്കോടതിയെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി 3 ആഴ്ചകൾക്ക് മുമ്പ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി. കാരണം ഹൈക്കോടതി പറഞ്ഞത് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ആദ്യമായി ജാമ്യാപേക്ഷ നൽകുക, തുടർന്ന് കേസ് പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ജയശ്രീ പത്തനംതിട്ട ജില്ലാ കോടതിയിലെ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. തുടർന്നുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇന്ന് വിധി പറയും. ഈ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും SIT സംഘം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ പത്മകുമാർ, വിജയകുമാർ, ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇനി കേസെടുക്കാൻ അന്വേഷണ സംഘം മുന്നോട്ട് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് ഒരാഴ്ചക്കാലം കൂടി മാത്രമേ ഹൈക്കോടതി കാലാവധി നിശ്ചയിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ പരമാവധി കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക വലിയൊരു വെല്ലുവിളിയാകും കാളിദാസ. എന്നാലും ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ജയശ്രീയുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്. ശരി, പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതി വിധി പറയും. ചൊവ്വാഴ്ച പൂർത്തിയായ വാദമാണ് ജാമ്യാപേക്ഷയെ തുടർന്ന്. ഇതിനു മുമ്പ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി നീങ്ങിയെങ്കിലും ജില്ലാ കോടതിയെ സമീപിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയായിരുന്നു. തുടർന്നാണ് പിന്നീട് പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷയടക്കം എത്തിയത്. പ്രസാദ് എം ജെ ആണ് വിവരങ്ങളുമായി ചേർന്നത്.